ഹായ് എവരിവൺ, ഗേറ്റ് 2026ന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗേറ്റ് 2026 ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IIT ഗുവാഹത്തിയാണ് ഇപ്രാവശ്യം പേപ്പർ കണ്ടക്ട് ചെയ്യുന്നത് ഗേറ്റിന്റെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോർട്ടൽ ഓപ്പൺ ആവും. ഈ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം ഉണ്ട്. ഹോമില് ഗേറ്റ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളതും അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും താഴെ കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് പോർട്ടലൊക്കെ കാണാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ ഒന്ന് നോക്കാം. അതിനാണല്ലോ നമ്മൾ നോക്കിയിരിക്കുന്നത്, എന്നാണ് എക്സാം, അതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. നോക്കൂ, നിങ്ങൾക്ക് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫോം എന്നാണെന്നറിയോ? ഓഗസ്റ്റ് 25-ാം തീയതിയാണ് അപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് സെപ്റ്റംബർ 25-ാം തീയതി. പിന്നെ എങ്ങാനും എക്സ്റ്റെൻഡ് ചെയ്യാണ്, രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക വിത്ത് ഫീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒക്ടോബർ 6-ാം തീയതി വരെ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവരെ നമുക്ക് അടയ്ക്കാനൊക്കെ പറ്റും. അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ട ഡേറ്റ് ശരിക്കും 6-ാം തീയതി വരെയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ലേറ്റ് ഫീസ്, അതായത് സാധാ ഫീസ് മാത്രം അടയ്ക്കേണ്ട ഡേറ്റ് സെപ്റ്റംബർ 25. പിന്നെ ഫീസിന്റെ കൂടെ എക്സ്ട്രാ ചാർജ് കയറി വരുമ്പോഴാണ് ഈ 6-ാം തീയതി എന്താ വെച്ചാൽ ഇത്തിരി എക്സ്ട്രാ ചാർജ് കയറി വരുവേ. അതാണ് വിത്ത് ലേറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുവരെ നിൽക്കരുത്. സെപ്റ്റംബർ 25-ന്റെ ഉള്ളിൽ തന്നെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് 4 എണ്ണാണുള്ളത്. ഇതിലിപ്പോ ഏത് വേണമെങ്കിലും, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന് ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ടായിട്ടോ വരിക. ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, മാത്സ് ആണ് മാത്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും. എന്തായാലും 7-ാം തീയതി തുടങ്ങും. 7-ഉം 8-ഉം 14-ഉം 15-ആണ് ഡേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഈ ഫെബ്രുവരി 15-ാം തീയതി ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. IIT ജാം എൻട്രൻസ് എക്സാമും ഇപ്പൊ ഫെബ്രുവരി 15-ാം തീയതി തന്നെയാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ 7-ഉം 8-ഉം 14-ഉം 15-ആണ് ഡേറ്റ് വരുന്നത്. ഈ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അപ്പൊ ഗേറ്റ് പേപ്പേഴ്സിനെ പറ്റി അറിയാനും സിലബസിനെ പറ്റി അറിയാനും ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എക്സാമിനേഷന്റെ അപ്ലിക്കേഷൻ ഫീസ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ജനറൽ കാറ്റഗറി ഫീമെയിൽസ് ആണെങ്കിൽ നമുക്ക് 1000 രൂപയാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒക്ടോബർ 6-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ 1500 രൂപയാണ്. അതുപോലെ തന്നെ അതർ കാൻഡിഡേറ്റ്സിന് 2000 രൂപയാണ്. ഇതുപോലെ ലേറ്റ് ആവുകയാണെങ്കിൽ 2500. ഇതാണ് വിത്ത് ലേറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 500 രൂപ കൂടുതൽ അടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഡേറ്റ് കവർ ചെയ്യേണ്ട, സെപ്റ്റംബർ 25-ാം തീയതി തന്നെ മാക്സിമം ക്ലോസ് ചെയ്യാം. പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ഗേറ്റിന്റെ എക്സാമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസും എന്താണ് ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും കേട്ടോ. ഇമ്പോർട്ടന്റ് ഡേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം, ഇമ്പോർട്ടന്റ് ഡേറ്റില് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കണ്ടോ, ഗേറ്റ് 2 പേപ്പേഴ്സ് കോമ്പിനേഷൻ. അത് പക്ഷെ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താ വെച്ചാൽ 2 പേപ്പേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ കോമ്പിനേഷൻസ് ഇനി അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫിസിക്സ് എഴുതുന്നവർക്ക് വേണമെങ്കിൽ ജിയോ ഫിസിക്സ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കെമിസ്ട്രി എഴുതാണെങ്കിൽ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേപ്പർ എഴുതാം. മാത്തമാറ്റിക്സ് എഴുതുന്നവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതാം. അങ്ങനെ 2 പേപ്പേഴ്സ് നമുക്ക് കോമ്പിനേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഗേറ്റ് പേപ്പേഴ്സിന്റെ കാര്യങ്ങൾ കണ്ടു. എക്സാമിന്റെ ഷെഡ്യൂളിങ്ങും നിങ്ങൾക്ക് സിലബസ് ഒക്കെ നമുക്ക് ഇതിന്ന് കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൽ കണ്ടോ എക്സാമിന്റെ പേപ്പേഴ്സ്, അതായത് കോഡ് നമുക്ക് അറിയണം. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഇപ്പോൾ PH ആണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ ST എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ കെമിസ്ട്രി ആണെങ്കിൽ CY എന്ന് എഴുതിയിട്ടുണ്ടാവും. മാത്സ് ആണെങ്കിൽ MA. ഇത് കോഡുകളാണ്. കാരണം നമ്മൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ ഈ കോഡാണ് നമ്മൾ കൊടുക്കുക. PH, ഫിസിക്സിന് പകരം PH അങ്ങനെ കൊടുക്കാം. സോ ഇത്രയും കോഴ്സുകളാണ് എക്സാമിന് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നോക്കുക. ഓരോ മാർക്ക് 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിന്റെ പേപ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. സോ 25-ാം തീയതി എന്നുള്ള ഡേറ്റ് മറക്കരുത്. ഓപ്പൺ ചെയ്യുന്നത് 25-ാം തീയതിയാണ്, ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബർ 25 എന്ന് ഓർക്കുക. എക്സാം ഫീസ് കൂടുതൽ അടച്ചിട്ട് ക്ലോസ് ചെയ്യുന്നത് ഒക്ടോബർ 6-ാം തീയതിയാണ്. എക്സാം ഫെബ്രുവരി 7 മുതൽ 15 വരെ. അതിൽ ഏത് ഡേറ്റിൽ വേണമെങ്കിലും എക്സാംസിന്റെ അഡ്മിറ്റ് കാർഡിൽ വരും നമുക്ക് ഇന്ന ഡേറ്റിലാണ് ഫിസിക്സ്, ഇന്ന ഡേറ്റിലാണ് കെമിസ്ട്രി. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഇപ്പൊ ജിയോ ഫിസിക്സ് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ ഡേറ്റ് ഒക്കെ അതിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് ഇനി കാണാം. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.